എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാരദ ഇങ്ങനെ നസീറിനെ കാണുന്നു. അത് സ്വപ്നമാണെന്നോ ഒന്നും മനസ്സിലാവുന്നുമില്ല. പിന്നീട് നമ്മുടെ ഗോപാലനുമായിട്ട് ഈ കാര്യം സംസാരിക്കുന്നു. അപ്പോൾ ശാരിക്ക് ഡൗട്ടൊക്കെ വരുന്നു. ഇവർ തമ്മിൽ എന്തോ ഡിസ്കഷനുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഗോപാലൻ പറയും നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം നമ്മുടെ ശാരദയോട് പറയും നീ ധൈര്യമായിട്ടിരിക്കുന്നത്, ശാരിക്ക് തന്നെ ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ കൂടുതൽ നമ്മൾ ഒന്നിച്ച് നിന്നേ പറ്റുള്ളൂ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അവർ ഒന്നിച്ച് തന്നെ അങ്ങ് നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു കുട്ടികൾ രാവിലെ എണീറ്റ് വന്നിട്ട് ചായ ചോദിക്കുകയാണ്. ചായ ചോദിക്കുമ്പോൾ പിന്നെ ശാലിന് ചായയൊക്കെ എടുത്തു കൊടുക്കുന്നു. ആ സമയത്ത് പുറത്തൊരു ഓട്ടോ വരുന്നു. അപ്പം വിഷ്ണു പറയും ഇതാരാ രാവിലെ എന്ന്. അപ്പോൾ പപ്പി പറയും ഞാൻ പോയി നോക്കാം. അങ്ങനെ പപ്പിയുടെ പുറകെ സത്യം പോവുകയാണ്. അപ്പോൾ അത് വേറെ ആരുമല്ല, ശരത്തും നമ്മുടെ രോഹിത്തും ഭാര്യയുമായിരുന്നു. അങ്ങനെ പപ്പി അവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്നെ ഇട്ടിട്ട് എന്തിനാണ് പോയതെന്നൊക്കെ ചോദിക്കും. വിഷമങ്ങളൊക്കെ പറയുന്നു. അമ്മ അവർക്ക് ഗിഫ്റ്റുകളും സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുന്നു. പിന്നെ ഇവരെ അകത്തേക്ക് വിളിച്ച് ഇവരെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ സത്യഭാമയുടെ സ്വഭാവമാറ്റത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. സത്യഭാമയെ പോയി കാണാനൊക്കെ ശ്യാമയോട് പറയുകയാണ്. പിന്നീട് നമ്മുടെ സ്കൂളിലാണെങ്കിൽ സത്യ ഒറ്റയ്ക്കാണ് ഇന്ന് സ്കൂളിൽ വന്നത്. ആ സമയത്ത് സത്യയെ കാണാൻ വേണ്ടി വരുന്നു. അങ്ങനെ സത്യയെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ സത്യഭാമയ്ക്ക് കുഞ്ഞിന് ഒരുപാട് സാധനങ്ങളും ഗിഫ്റ്റുകളും ഡ്രസ്സുകളും എല്ലാം ആയിട്ടാണ് സത്യഭാമ വന്നത്. അങ്ങനെ സത്യഭാമയ്ക്ക് സത്യയെ സ്നേഹിച്ചിട്ട് മതിയാകുന്നില്ല. അപ്പം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ വിഷ്ണുവിൻ്റെ മകളാണല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ സത്യ ചോദിക്കും എന്താണ് സത്യഭാമ ആലോചിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയില്ല മോളെ ഇപ്പം എന്നോട് സത്യഭാമയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കും. സത്യാമ്മ പറയും ഇപ്പം മോളെ ഒരുപാട് ഇഷ്ടമാണ്, കാരണം എന്നോട് സത്യം ആരും പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയും. മോള് ക്ഷമിക്കാൻ പറയും. അങ്ങനെ അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഗോപാലനും ശാരദയും കൂടെ ഇങ്ങനെ രാവിലെ ഈ നസീറിൻ്റെ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓട്ടോയിൽ ഒരാൾ വരികയാണ്. അത് നമ്മുടെ രാഘവൻ നായരും പിള്ളയാണ്. അങ്ങനെ അവരെ അകത്തേക്ക് കയറുന്നു. അങ്ങനെ അകത്തേക്ക് കയറി അവരെന്തൊക്കെയോ സംസാരിക്കുകയാണ്. എന്താണെന്ന് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സത്യഭാമ സത്യം കൊണ്ട് ഏതോ പൂജാരിയുടെ അടുത്തൊക്കെ ചെല്ലുന്നു. അങ്ങനെ സമയദോഷങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ സമയം നല്ലതല്ല എന്തൊക്കെയോ പറയുകയാണ്, എന്തോ മറഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പൂജാരി അറിയിക്കുകയാണ്. അപ്പോൾ സത്യഭാമയ്ക്ക് ടെൻഷനാവുന്നു. അങ്ങനെ സത്യമാണെങ്കിൽ ആ പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ടാണ് സത്യഭാമയെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ സത്യയോടുള്ള സ്നേഹം ഇങ്ങനെ അവർക്ക് തന്നെ അറിയത്തില്ല എന്ത് ചെയ്യണം. ആ ഒരു അവസ്ഥയിലൂടെ സത്യഭാമ കടന്നു പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ശാരദയും ഗോപാലിനെയും പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് നസീർ കൊലക്കുറ്റത്തിന്. അപ്പോൾ ഇവരെ വിലങ്ങണിയിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വിഷ്ണു ശാലിനി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ വിഷ്ണുവിന് ഭയങ്കര വിഷമാവുന്നു, ശാലിനിക്ക് അതിലേറെ വിഷമാവുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ കൊന്ന കുറ്റത്തിനാണ് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശാലിനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.